ഹലോ ഫ്രണ്ട്സ്, ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഭാഗത്തു നിന്നാണ് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. ഇത് ഓഫീസേഴ്സ് എൻട്രിയാണ്, അതായത് അഫ്കാറ്റ് എന്ന് പറയും. ഇവിടെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഫ്ലൈയിങ് ബ്രാഞ്ച് ഉണ്ട്, ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്നിക്കലും ഉണ്ട്, ടെക്നിക്കലും ഉണ്ട്. ഫ്ലൈയിങ് ബ്രാഞ്ച് NCCയുടെ സ്പെഷ്യൽ എൻട്രി ഉണ്ട്. ഇവിടെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സ്പെഷ്യലായിട്ട് പറയുന്നുണ്ട്. നമുക്ക് എലിജിബിലിറ്റി നോക്കാം. നാഷണാലിറ്റി ഇന്ത്യൻ പറയുന്നുണ്ട്. ഏജ് ഫ്ലൈയിങ് ബ്രാഞ്ചും ഉണ്ട്, ഗ്രൗണ്ട് ഡ്യൂട്ടി ഉണ്ട്. ഫ്ലൈയിങ് ബ്രാഞ്ചിൽ 20 to 24 ഗ്രൗണ്ട് ഡ്യൂട്ടി 20 to 26. ഫ്ലൈയിങ് ബ്രാഞ്ചിന് ക്വാളിഫിക്കേഷൻ പറയുന്നത് +2 പറയുന്നുണ്ട്. +2 ഫിസിക്സ് മാത്സ് വിത്ത് 50%. പിന്നെ ഗ്രാജുവേഷനാണ് പറയുന്നത്. അത് ഏതെങ്കിലും ഒരു ഗ്രാജുവേഷൻ മതി. ഗ്രൗണ്ട് ഡ്യൂട്ടിയിൽ ടെക്നിക്കലിന് ഇവിടെ ഒരുപാട് ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്. ഇതിലേതെങ്കിലും ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്നിക്കൽ, അത് നമുക്ക് ഗ്രാജുവേഷൻ ആണ് പറയുന്നത്. മിനിമം 60% മാർക്ക് പറയുന്നുണ്ട്. പിന്നെ +2 50% മാത്സ് ആൻഡ് ഫിസിക്സ് പറയുന്നുണ്ട്. അത് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്. വെപ്പൺ സിസ്റ്റം ഉണ്ട്, അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ് ഉണ്ട്, അക്കൗണ്ട്സ് ബ്രാഞ്ച് ഉണ്ട്, മെട്രോളജി ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ വേരിയസ് ക്വാളിഫിക്കേഷനാണ് വേണ്ടത്. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. ഇതിൽ 2 ടൈപ്പ് എക്സാമാണ് വരുന്നത്. ഫസ്റ്റ് ഒരു റിട്ടേൺ എക്സാം വരുന്നുണ്ട്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് റിട്ടേൺ എക്സാം വരുന്നത് 2 മണിക്കൂറിൻ്റെ എക്സാം ആയിരിക്കും. 100 ക്വസ്റ്റിന് 300 മാർക്കാണ് വരുന്നത്. അതിൽ ജനറൽ അവയർനെസ്, വെർബൽ എബിലിറ്റി ഇൻ ഇംഗ്ലീഷ്, ന്യൂമറിക്കൽ എബിലിറ്റി ആൻഡ് റീസണിങ് ആൻഡ് മിലിറ്ററി ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അപ്പോൾ ഇത് പാസ്സാവുകയാണെങ്കിൽ അതൊരു എക്സാം കഴിഞ്ഞ് കട്ട് ഓഫ് ഇടുന്നതായിരിക്കും. അത് പാസ്സാവുകയാണെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും അഫ്കാറ്റിൻ്റെ ഭാഗത്തുനിന്ന്, ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഭാഗത്തുനിന്ന്. അതായത് AFSB, എയർഫോഴ്സ് സെലക്ഷൻ ബോർഡ് നടത്തുന്ന ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. നമ്മുടെ SSB ഇൻ്റർവ്യൂ എന്ന് കേട്ടിട്ടില്ലേ, ആർമിയുടെയൊക്കെ. അപ്പോൾ അതുപോലെ AFSBയുടെ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. അതും പാസ്സായി കഴിഞ്ഞാൽ, മെഡിക്കലിലൂടെ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലിയിലേക്ക് പ്രവേശിക്കാം. ഇവിടെ നിങ്ങൾക്ക് നല്ല സാലറിയാണ് വരുന്നത്. കാരണം ഓഫീസേഴ്സ് എൻട്രിയാണ്. ഫ്ലൈയിങ് ഓഫീസറും, അതായത് ടെക്നിക്കലും നോൺ ടെക്നിക്കലും. അത് 56,100 ബേസിക് പേ. അത് ബേസിക് പേയുടെ കൂടെ DAയും HRAയും മിലിറ്ററി സർവീസ് പേ ഉണ്ട്. ഇവിടെ 15,500 എന്ന് കാണിച്ചിട്ടില്ലേ, ലെവൽ 10 ആണ് വരുന്നത്. അപ്പോൾ എങ്ങനെ പോയാലും 1,20,000 രൂപ നിങ്ങൾക്ക് കയ്യിൽ കിട്ടുന്നതായിരിക്കും സാലറി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ഈ നോട്ടിഫിക്കേഷൻ ഞാൻ എൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്തേക്കാം. അതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിലിടാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.